നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാർ എത്ര ക്രൂരന്മാരാണ് എന്ന് ചിന്തിക്കാറുണ്ട്. ഒരു 5 മിനിറ്റ് പോലും ഒരാളെ സഹായിക്കാൻ നിൽക്കാതെ അത്രയ്ക്കും ധൃതിയിൽ അവരെങ്ങോട്ടാണ് ഓടുന്നത് എന്ന ചോദ്യവുമുണ്ട്. പലരും എത്ര ആളുകളാണ് നമ്മുടെ റോഡിൽ ജീവൻ പൊലിഞ്ഞു പോകുന്നത്. ഒരു അപകടം പറ്റി ആരും രക്ഷിക്കാനില്ലാതെ അവിടെ തന്നെ ചോര വാർന്ന് ജീവൻ പോകുന്ന എത്ര കേസുകൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എത്രയൊക്കെ മലയാളികൾ അല്ലെങ്കിൽ എത്രയൊക്കെ മനുഷ്യന്മാർ സഹജീവികളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും ഇത്തരം ചില നിമിഷത്തിൽ അത് എടുത്താൽ വള്ളിയാകും എന്ന് ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ആരോ കൊന്നിട്ടതായിരിക്കാം, അതെടുത്താൽ പിന്നെ അതൊരു വലിയ പ്രശ്നമാകുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വെള്ളമടിച്ച് വഴിയിൽ കിടക്കുന്നതാണ് എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ട് എത്ര ജീവനുകളാണ് ആരും സഹായിക്കാനില്ലാതെ വഴിയിൽ തന്നെ പൊലിഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെയും കഴിഞ്ഞ ദിവസവും നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു കൊല്ലത്ത് ടിപ്പർ ലോറി കയറി 3 മരണം എന്നുള്ളത്. അവിടെയും ഒരു പക്ഷേ ഇത്തരത്തിൽ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വാർത്ത അല്ലെങ്കിൽ ആ നിമിഷത്തെ ഓർത്ത ഇപ്പോഴും ആ അച്ഛൻ നെഞ്ചുപൊട്ടുന്ന വേദനയോടുകൂടി നമ്മളോട് പ്രതികരിക്കുകയാണ്. നിയന്ത്രണം വിട്ട മിനി ടിപ്പർ ലോറിയുടെ മരണപ്പാച്ചിലിൽ വിദ്യാർത്ഥി അടക്കം 3 പേരുടെ ജീവനെടുത്ത ദുരന്ത ഭൂമിയിൽ സ്വന്തം മകനെന്ന് തിരിച്ചറിയാതെ രക്ഷകനായി മാറിയതിനെ കുറിച്ച് പറയുമ്പോൾ സനൽകുമാറിന് ഇപ്പോഴും നടുക്കം മാറിയിട്ടില്ല. ഒരു കുട്ടിയുടെ കാൽവിരൽ മണ്ണിനടിയിൽ കണ്ടപ്പോൾ അത് സ്വന്തം മകൻ നവനീതാണെന്ന് സനൽകുമാർ കരുതിയതേയില്ല. കൈകൊണ്ട് മണ്ണ് നീക്കിയപ്പോൾ കണ്ട മറ്റൊരു കുട്ടിയെയും രക്ഷിച്ചു. മൂക്കിൽ നിന്നും രക്തം വാർന്ന ശരീരത്തിൽ ചതവേറ്റ് പുറത്തെടുത്ത മകനെ ആശുപത്രിയിൽ എത്തിക്കാൻ പല വാഹനങ്ങൾക്കും കൈ കാണിച്ചെങ്കിലും ആരും നിർത്തി തന്നില്ല എന്നാണ് സനൽകുമാർ പറയുന്നത്. കിഴക്കേക്കര സെന്റ് മേരീസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ നവനീതിനെ സ്കൂട്ടറിൽ ബസ് സ്റ്റോപ്പിൽ എത്തിച്ചതായിരുന്നു. മകനെ ഇറക്കിയ ശേഷം അല്പമൊന്ന് മാറി നിൽക്കുമ്പോഴേക്കുമാണ് ദുരന്തം വിതച്ച ലോറി പാഞ്ഞെത്തിയത്. അനുവദിച്ചതിന്റെ ഇരട്ടിയിലേറെ മണ്ണുമായി അമിത വേഗത്തിൽ ഓടിച്ച മിനി ടിപ്പർ ലോറി ബൈക്കിലിടിച്ച ശേഷം ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകടം നടന്നയുടൻ തന്നെ സനൽകുമാർ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തി. മണ്ണ് മൂടിക്കിടന്ന നിലയിൽ ഒരു കുട്ടിയുടെ കാൽവിരൽ കണ്ട അദ്ദേഹം അത് സ്വന്തം മകന്റേതാണെന്ന് കരുതിയിരുന്നില്ല. കൈകൊണ്ട് വേഗത്തിൽ മണ്ണുമാറ്റിയ സനൽകുമാർ മറ്റൊരു കുട്ടിയെ കൂടി അവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടുത്തി. ഒടുവിൽ പുറത്തെടുത്ത് മൂക്കിൽ നിന്ന് ചോര വാർന്നൊഴുകി ശരീരമാസകലം ചതവേറ്റ സ്വന്തം മകൻ നവനീതിനെയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആ പിതാവ് തകർന്നുപോയി. പരിക്കേറ്റ മകനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടാൻ ശ്രമിച്ച സനൽകുമാറിന് നേരെ പല വാഹനങ്ങളും കൈകാണിച്ചെങ്കിലും ആരും നിർത്താൻ തയ്യാറായില്ല. ഒടുവിൽ അവിടെ എത്തിയ ഒരു സുഹൃത്തിന്റെ ബൈക്കിന് നടുവിലിരുത്തിയാണ് നവനീതിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധയും നിയമലംഘനവും കവർന്നെടുത്ത 3 ജീവനുകളുടെ നടുക്കത്തിലാണ് ഇപ്പോഴും ഈ പ്രദേശം. എന്തായാലും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം നവനീത ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുണ്ട്. കൊട്ടാരക്കരയ്ക്കടുത്ത് അമ്പലത്തുകാല നീലേശ്വരം റോഡിലുള്ള മുക്കോണി മുക്കിൽ ഇന്നലെ രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു നാടിനടുക്കിയ സംഭവം നടന്നത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പി പാർത്ഥിബ് എന്ന 15 വയസ്സുകാരൻ, KSRTC പുനലൂർ ഡിപ്പോയിലെ മെക്കാനിക് അജയൻ അജാരി എന്ന 50 വയസ്സുകാരൻ, ബൈക്ക് യാത്രികനും പാരലൽ കോളേജ് അധ്യാപകനുമായ RB ഹരിലാൽ എന്ന 54 വയസ്സുകാരൻ എന്നിവരാണ് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർ. ലോറി ഡ്രൈവറായ നിസാം, സ്കൂൾ വിദ്യാർത്ഥികളായ കൗശൽ, ഋഷഭ്, നവനീത് കൃഷ്ണൻ, ജിമിൻ മോൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ തലയ്ക്കും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റ കൗശലിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അനുവദനീയമായ അളവിന്റെ ഇരട്ടിയിലേറെ മണ്ണ് നിറച്ച് അമിത വേഗത്തിലെത്തിയ മിനി ടിപ്പർ ലോറി ആദ്യം ഹരിലാൽ സഞ്ചരിച്ച ബൈക്കിലിടിക്കുകയായിരുന്നു. തുടർന്ന് ബൈക്കിനെ വെട്ടിച്ച് ബ്രേക്ക് ചെയ്ത ടിപ്പർ ഏകദേശം 10 മീറ്ററോളം റോഡിലൂടെ നിരങ്ങി നീങ്ങി ബസ് കാത്തു ഇരിക്കുന്ന ആ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്.